മനുഷ്യർക്കിടയിൽ വെറുപ്പും മനുഷ്യർക്കിടയിൽ ശത്രുതയും വളർത്താൻ ശ്രമിക്കുന്ന ഏത് ശക്തികളെയും സ്വയം തിരുത്തുവാനും സ്വയം തിരസ്കരിക്കുവാനും കരുത്തുള്ള രാജ്യമാണ് ഇന്ത്യയും നമ്മുടെ കേരളവും. വർഗീയതക്കും അതുപോലുള്ള ദുഷ്ടമായ ചിന്തകൾക്കും താല്പര്യങ്ങൾക്കും കുടിലമായ ആശയങ്ങൾക്കും ഒരു കാരണവശാലും വളരാൻ അനുവദിക്കാതെ അതിനെ സ്വയം തിരുത്താൻ കഴിവുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം. ചില സ്ഖലിതങ്ങൾ കണ്ടേക്കാം, ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്നാലും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഇത്രയും വലിയ ജനസംഖ്യ, അതോടൊപ്പം എത്രയോ മതങ്ങൾ, എത്രയോ ഭാഷകൾ, എത്രയോ ജാതികൾ, ഉപജാതികൾ, സമുദായങ്ങൾ, ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിനെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒരിക്കലും തകരാതെ പൊളിയാതെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നത് സഹോദരന്മാരെ, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള പണ്ഡിതന്മാരുടെയും സൂഫിവര്യന്മാരുടെയും സ്വാമിവര്യന്മാരുടെയും അതേപോലെ ക്രൈസ്തവ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമൂഹിക രംഗത്ത് എല്ലാം പ്രവർത്തിക്കുന്ന നേതാക്കളുടെയും പക്വമായ ഇടപെടൽ കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാകട്ടെ, മത നേതാക്കളാകട്ടെ, സാമുദായിക നേതാക്കളാവട്ടെ, അവരെ സംസാരിക്കുമ്പോൾ വളരെ പക്വതയോടെ, വളരെ മാന്യതയോടെ, വളരെ ബുദ്ധിപരമായി സംസാരിക്കുന്നത് കൊണ്ടും ബുദ്ധിപരമായി നമ്മുടെ സമൂഹത്തിന് നേതൃത്വം നൽകുന്നത് കൊണ്ടുമാണ് ഈ മഹാരാജ്യം തകരാതെ പൊളിയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.